ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ നമുക്ക് എങ്ങനെ ഹിറ്റ്ലെസ് കേൾസ് ചെയ്യാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഒരു ഹെയർ ടൂൾസോ അല്ലെങ്കിൽ ഹിറ്റ് ടൂൾസോ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല കേൾസ് നമ്മുടെ ഹെയറിൽ ആക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ. സിമ്പിളാണ്, അതുപോലെ തന്നെ പവർഫുള്ളും കൂടിയാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ പോലും, സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. എൻ്റെ അങ്ങനത്തെ ഹെയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ 2 പാർട്ടീഷനായിട്ട് എടുക്കണം വേണ്ടത്. അതിനുശേഷം നമ്മൾ ടാങ്കിൾസ് ഒക്കെ നമ്മുടെ ഹെയറിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടാങ്കിൾസ് ഒക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ 2 പാർട്ടീഷൻ ആക്കിയതിന് ശേഷം സെക്യൂർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ബനിയൻ ക്ലോത്താണ്. പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്തിൽ നമ്മളിതുപോലെ കുറച്ച് കട്ടിയിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു ബണ്ണിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്കിതിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഹെയറിൽ എപ്പോഴും നനവ് ഉണ്ടാവണം, എന്നാലാണ് ആ ഒരു കേൾസ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഡ്രൈ ഹെയർ ആണ്, വെള്ളം നനയ്ക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഹെയർ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നമ്മളിതുപോലെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മളിതുപോലെ ചുറ്റി കൊടുത്താൽ മാത്രമാണ് റിസൾട്ട് കിട്ടുള്ളൂ. ലൂസായി വെച്ച് നമുക്ക് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനിടയിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ അടിയിൽ അറ്റന്ന് എത്തുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത്ത് വരുന്ന ആ ഒരു ക്ലോത്ത് നമുക്കിതുപോലെ ടൈ ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഹെയറുമായിട്ട് ഇതുപോലെ കെട്ടി വെച്ചാൽ അത് അഴിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോക്സ് ആണ് വേണ്ടത്. സോക്സ് കുറച്ച് നീളത്തിലുള്ളത് വേണം എടുക്കാൻ. എൻ്റെ കയ്യിൽ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് അത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് അഴിഞ്ഞു പോകാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോക്സും കൂടി നമ്മൾ ഇടുന്നത്. അപ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല സെക്യൂർ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് അതിൽ ചുറ്റിയിട്ട് വേണമെങ്കിൽ ഇടാം, അഴിഞ്ഞു പോകാതിരിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗം നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യുക, ഇതുപോലെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡ് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കേണ്ടി കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് മോർണിംഗ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണാം.